നമ്മുടെ അന്നൂട്ടി ഇതേ ബ്രേക്ക്ഫാസ്റ്റ് തിന്നാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, അന്നൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് തിന്നാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ അന്നൂട്ടി. കണ്ടോ, ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അന്നൂന്. ഇത് നമ്മൾ നന്നായിട്ട് തൊണ്ട് ചെത്തി കളഞ്ഞെടുക്കുക കേട്ടോ. ഇതെല്ലാം തൊണ്ട് നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കുക. വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കുക കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പൊട്ടറ്റോ ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസൊക്കെ അരിയും പോലെ ഏകദേശം അതുപോലെ ചെറിയ നീളത്തിൽ നമ്മൾ അരിഞ്ഞു കൊടുക്കുക, കനം കുറച്ച്. അപ്പോൾ ഇതാട്ടോ, ഇത് നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ഇത്രയാട്ടോ രാവിലത്തേക്ക് എടുക്കുക. അതിനുശേഷം നമ്മളൊരു ദോശക്കല്ല്, ഒരു ഫ്രൈ പാൻ എന്തെങ്കിലും നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആട്ടുംപാൽ, നമ്മൾ ആടിനെ കറന്നു കൊണ്ടുവന്ന ആട്ടുംപാലാട്ടോ, അത് അരിച്ചെടുത്തു. അതിനുശേഷം അത് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ഇനി നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ഈ നെയ്യ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കുക. ഈ നെയ്യ് കുറച്ച് ദോശക്കല്ല് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. 1 സ്പൂണ്, 1-2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നെയ്യല്ലേ, പിള്ളേർക്ക് ഹെൽത്തിയാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് സാധാരണ പൊട്ടറ്റോ ഫ്രൈസും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓയിലിലാണല്ലോ ഫ്രൈ ചെയ്യുന്നത്. ഞാനിത് കൊച്ചുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ട് നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊട്ടറ്റോ ഫ്രൈസ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എത്രമാത്രം ഹെൽത്തി ആണെന്നൊന്നും അറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവൾക്ക്. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. സ്പ്രെഡ് ചെയ്ത് കൊടുത്തേച്ച് നന്നായിട്ട് ചൂടായി കേട്ടോ. അപ്പം ഞാൻ ആ അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് ഫ്രൈ ആയി വരണം, നന്നായിട്ട് ഫ്രൈ ആയി വരണം. അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് അന്നൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കുഞ്ഞിന് ഇഷ്ടമല്ല. ഇത് നമ്മളിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മൊത്തം തിരിച്ചിട്ട് ഞാൻ അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതെന്നാ പാപ്പ അന്നു? ഇതെന്നതാ അന്നു? ഇതെന്നതാ ഇത്? അന്നൂട്ടിക്ക് പാപ്പമാണോ അമ്മ ഉണ്ടാക്കണത്? അല്ലി അവിടെ പോയി ഇരിക്കാവോ കസേരയില്? ആ കസേര പോയി ഇരിക്കാവോ? അവിടെ പോയി ഇരിക്കാവോ? അവിടെ പോയി ഇരിക്കുമ്പോ കൊണ്ടേ ഇരുത്തമ്മ. വേണ്ടേ? ഇല്ല പറഞ്ഞ് അന്നൂട്ടി വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നിലത്തിരിക്കൂല കേട്ടോ. പിന്നെ എളി കയറി ഇരിക്കുള്ളൂ. കഴിച്ചു കഴിഞ്ഞാലേ നിലത്തിറങ്ങത്തുള്ളൂ. അതുകൊണ്ട് അവളെ എളി ഒക്കത്ത് കയറി ഇരിക്കുക. ചൂട് മാറിക്ക് ചൂടാണ്. പാല് തിളച്ച് നമ്മുടെ കുറച്ചിട്ടു. ഇതാട്ടോ, ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇരിക്കും. ഇവക്ക് മുഴുവൻ പല്ലി വരാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ഒത്തിരി അങ്ങ് മുരിച്ച് ഫ്രൈ ചെയ്യാറില്ല. നമ്മുടെ പാലും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം
ഏകദേശം ഇത്രയും മതി. ഇത് ഞാൻ കോരി പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. അവൾ തന്നെ കറക്കി തിന്നോളും, അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. എന്തോ എന്നിട്ട് ഇവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക അമ്മയെന്ന് വിളിച്ച്. നമുക്ക് നിലത്ത് നിൽക്കാൻ കഴിയില്ല, അമ്മ എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ അവൾ വഴക്കുണ്ടാക്കുവാണ് എൻ്റെ അടുത്ത്. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ വിശക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ്. ഇന്ന് സമ്മാനം ഉണ്ടെന്ന് പറയുന്നത്. 9 മണിയായോ? അപ്പായി പോകുന്നുണ്ട്. അപ്പായി സമ്മാനം മേടിച്ചോളൂ. അപ്പായോട് മേടിക്കാൻ ചോദിക്കാം, അങ്ങനെയാണ് ഞാൻ പോകും. ഇതിപ്പോ ഞാൻ ഇവർക്ക് ഒന്നും ചെയ്യാതെ എങ്ങനെ പോകുന്നത്? ഇവളെയും കൊണ്ടോ ഒന്നും കൊടുക്കാതെ കയറി കസര കയറി പാപ്പത്തിനെ. അവളോട് കസേര കയറി ഇരിക്കാൻ പറഞ്ഞേ. അവൾ കഴിക്കാൻ വേണ്ടി കസേര കയറി ഇരിക്കുക കേട്ടോ, റെഡി ആയിട്ട് ഇരിക്കുക. വിശന്നിരിക്കുകയല്ലേ അവൾ. കയറി ഇരുന്നേ. ഇനി അത് കയ്യിലോട്ട് കൊടുത്താൽ മതി, അവൾ തന്നെ പെറുക്കി തിന്നോളും. ഇനി മൊത്തം തിന്നോളും, ഒരെണ്ണം പോലും കളയുകയില്ല. നിലത്ത് പോയത് നിങ്ങൾ എടുത്ത് തിന്നോളും, കാരണം ഭയങ്കര ഇഷ്ടമാണത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഹെൽത്തി ആണോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പുപൊടി ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല, വീഡിയോയിൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഉപ്പുപൊടി ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്തിട്ടാണ് കഴിക്കാൻ കൊടുത്തേക്കുന്നത്.